நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഞാൻ അവളെ വിളിക്കണോ? വേണ്ട, ഞാൻ വേണമെങ്കിൽ ഫോൺ കൊണ്ടുപോയി അവിടെ കൊടുക്കാം. അത് വേണ്ട, അവളോടൊരു കാര്യം പറഞ്ഞാൽ മതി. എന്താ കാര്യം? നമ്മള് രണ്ടുപേരും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് ചെന്നാ അത് കുഴപ്പാവും. അതുകൊണ്ട് നീ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വന്നാ മതി. മുഖത്തെ പാട് കണ്ട് എന്ത് സംഭവിച്ചതാണെന്ന് ആരെങ്കിലും ചോദിച്ചാ ബൈക്കിൽ നിന്ന് വീണതാണെന്നോ മറ്റെന്തെങ്കിലും കള്ളം പറഞ്ഞാ മതി. പറയാം. എന്താ നിന്റെ മുഖത്തൊരു പുഞ്ചിരി? താങ്ക്സ്. എന്തിന്? എന്റെ ജീവൻ രക്ഷിച്ചതിന്. തൽക്കാലം അത് കയ്യിൽ വെച്ചോ, ആവശ്യമുള്ളപ്പോ ഞാൻ വാങ്ങിച്ചോളാം. പോട്ടെ. ഇവളെ കൊള്ളാം. ഓട്ടോ മോനെ, നിങ്ങൾ എങ്ങോട്ട് പോവാ? ഞങ്ങള് സിനിമ കാണാൻ പോവാ. എന്താ പച്ചി? മോനെ, വീണയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവള് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോ വിളിച്ചതാ. ഒരു മിസ് കോള് വന്നു, ഒരു മെസ്സേജും അവൾ എനിക്ക് അയച്ചായിരുന്നു. പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഗീതമാമ വിഷമിക്കണ്ട, മഴക്കാലം അല്ലേ, ചിലപ്പോ യാത്രയില് റേഞ്ച് കിട്ടാത്തതായിരിക്കും. വീണ എങ്ങനെയാ വരുന്നേ? ട്രെയിനിലാണോ? അല്ല, ഒരു ഫ്രണ്ടിന്റെ കൂടെ കാറിലാ വരുന്നത്. ആ കുട്ടിയുടെ അച്ഛനും കൂടെയുണ്ട്. അവരവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടേ പോളൂന്നാ പറഞ്ഞത്. പിന്നെന്തിനാ പേടിക്കുന്നേ? അതല്ല മോനെ, എന്റെ മനസ്സില് എന്തോ ഒരു പേടി പോലെ. പണ്ടും ഇതുപോലെയാ. മനസ്സിലിങ്ങനെ എന്തെങ്കിലും ഒരു ദുസ്സൂചന തോന്നിക്കഴിഞ്ഞാ അത് സംഭവിക്കും. എനിക്കങ്ങനെ ഒരു ജാതകദോഷമുണ്ട്. എന്തായാലും തൽക്കാലം ഇക്കാര്യം രഹസ്യമാക്കി വെച്ചാ മതി. പുറത്തെങ്ങാനും അറിഞ്ഞാ അത് അവളുടെ ഭാവി ജീവിതത്തിന് തന്നെ കുഴപ്പാ. എന്തിനാ ഇങ്ങനെ ഇല്ലാത്തത് പറയുന്നത്? അവള് ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അല്ലാതെ ആരുടെയും കൂടെ ഒളിച്ചോടി പോയൊന്നും അല്ലല്ലോ. ആർക്കറിയാം, വന്ന് കയറുന്നത് വരെ എങ്ങനെ വിശ്വസിക്കും? അല്ല, വന്ന് കയറിയാൽ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെയാ ഇത്. ദേ രജനി, പറയുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. കുറച്ചു നാളായി നീ എന്റെ കുഞ്ഞിന്റെ പേരില് ഇതുപോലെ ആക്ഷേപം പറയുന്നു. എന്റെ മോളും ഈ വീട്ടിലെ കുട്ടി തന്നെയല്ലേ? നിന്റെ മോനും എന്റെ മോളും തമ്മില് എന്താ വ്യത്യാസം? അഞ്ജന മോളുമായിട്ടുള്ള കല്യാണം മുടക്കിയിട്ട് മനസ്സിൽ വേറെ പെണ്ണിനെയും കൊണ്ട് നടക്കുന്നത് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരണ്ടല്ലോ. സ്വന്തം മോനെ നേരെ നടത്താൻ പറ്റാത്ത നീ എന്റെ മോളെ കുറ്റം പറയരുത്, മനസ്സിലായോ? ഇത് നല്ല കൂത്ത്.
ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാനെന്ത് പറഞ്ഞു? നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. ഗീതമ്മ വിഷമിക്കണ്ട, ഞാൻ അരുൺ സാറിനെ വിളിച്ച് വിവരം പറയാം. അവരന്വേഷിച്ചോളും. ഹാ, പോലീസുകാർ അറിഞ്ഞാ പിന്നെ പത്രക്കാരറിയും, പിന്നെ നാട്ടുകാരും അറിയും. ഒളിച്ചോടിപ്പോയെന്ന് പത്രത്തിലെ വാർത്തയും പടവും വരും. അതോടുകൂടി ഈ വീടും വീട്ടുകാരും എല്ലാരും നാറും. അതിനേക്കാളും നല്ലതേ അവൾ ഇനി വരുന്നത് വരെ കാത്തിരിക്കുന്നതാ. അല്ല, പോലീസാകാൻ നടക്കുന്നവർക്ക് ഇതൊക്കെ എങ്ങനെ അറിയാനാ? ഈ കല്യാണവും കുടുംബജീവിതവും എന്നൊക്കെ പറയുന്നത് ഒരു പാരമ്പര്യത്തിന്റെ അനുഗ്രഹവും കൂടിയാണേ. അതൊന്നും ഇല്ലാത്തവരോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി. ഈ പെണ്ണിന്റെ നോട്ടം കണ്ടില്ലേ? അന്നവളെന്നെ കത്തിയോണ്ട് കുത്താൻ വന്നതാ. നോട്ടം കണ്ടിട്ട് ഇവളെന്നെ ഇപ്പൊ കൊല്ലുമെന്ന് തോന്നുന്നു. ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. വേണ്ട ഗീതമാമേ, ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ആരും അറിയാതെ അരുൺ സാർ ഇത് അന്വേഷിച്ചോളും. ഞാൻ വിളിച്ച് പറയാം. വാ രൂപേഷേട്ടാ, നമുക്ക് പോയിട്ട് വരാം. ഗീതമാമേ, ഞാൻ ഇപ്പൊ തന്നെ സാറിനെ വിളിച്ച് പറയാം. ശരി അപ്പച്ചി. രൂപേഷേട്ടാ, എന്താ അരുൺ സാറ് വിളിക്കുന്നു. വീണയുടെ കാര്യം ഇപ്പൊ തന്നെ സാറിനോട് പറയാം. ഹലോ സാർ. സാറിന് സുഖാണോ? താങ്ക് യു. അരുൺ സാർ എന്താ പറഞ്ഞേ? വീണയുടെ കാര്യം സാർ അന്വേഷിച്ചോളാന്ന് പറഞ്ഞു. 2 ദിവസത്തിനകം സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അടുത്ത ആഴ്ച തന്നെ മെയിൻ എക്സാമിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കുമെന്നാ പറയുന്നത്. അത് കഴിഞ്ഞാ ഉടൻ തന്നെ ഇന്റർവ്യൂ ഉണ്ടാവും. അതേ ചോട്ടു, നിന്റെ ചേച്ചി ഉടനെ തന്നെ IPS ആവും. ശ്രീ ഇതുവരെ എവിടെയായിരുന്നു? കുറച്ചു മുൻപേ നിന്റെ അമ്മ ഇവിടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ശ്രേയ നിഖിലിനെ കണ്ടായിരുന്നോ? അവൻ ഇവിടെ എങ്ങും കാണുന്നില്ല. ഇല്ല, ഞാൻ കണ്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ തുടങ്ങണോ? ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാൻ തുടങ്ങായിരുന്നു. എന്താ ചെറിയച്ച? അല്ല, ഞാനൊരു കാര്യം വിട്ടുപോയി. കഴിഞ്ഞ ദിവസം ഈ വണ്ടിയിൽ വെച്ച് ഞാനൊരു ഫയൽ മറന്നുപോയി. ആ ഫയല് അക്കൗണ്ടന്റിന്റെ കയ്യിൽ കൊടുത്ത് ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം. അത് ഇന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി. ഉടൻ തന്നെ അത് അവിടെ കൊണ്ട് എത്തിക്കണം. നീ ഡിക്കും തുറക്ക്. എന്താ? ഞാൻ എതിയെ വിളിക്കാൻ തുടങ്ങായിരുന്നു. എന്താ ചേച്ചി? വീണമോളുടെ കാര്യം തന്നെയാ. ഇപ്പോഴും അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്കാകെ പേടിയാവുക. ഗീതമ്മ പേടിക്കണ്ട, വീണ എത്തിക്കോളും. അവളുടെ കൂട്ടുകാരിയുടെയും അച്ഛന്റെയും കൂടെയല്ലേ വീണ വരുന്നത്. പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഫോൺ ചിലപ്പോ ചാർജ് തീർന്ന് ഓഫായി പോയതായിരിക്കും. ഹോസ്റ്റലിൽ നിന്ന് പോന്നിട്ട് ഇത്ര സമയമായില്ലേ? ഇതിനിടയിൽ ഫോൺ ചാർജ് ചെയ്തിരിക്കുവോ? നമുക്ക് പോലീസ് വിവരം അറിയിച്ചാലോ? ഞാൻ അരുൺ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ അദ്ദേഹം അന്വേഷിക്കും. 1 മണിക്കൂറിനകത്ത് വിവരം പറയാന്നാ പറഞ്ഞിരിക്കുന്നത്.